നമസ്കാരം, ഞാൻ പാർവതി. ലോകപ്രസിദ്ധ ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ബ്രിഡ എന്ന വ്യത്യസ്തകരമായ നോവലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ ഒരു കഥയുടെ ഉള്ളടക്കം ഞാൻ നിങ്ങളുമായിട്ട് വിവരിച്ചു തരാം. വിജ്ഞാനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഐറിഷുകാരിയായ ബ്രിഡ എന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണിത്. സ്വന്തം ഭീതികളെ തരണം ചെയ്യാൻ പഠിപ്പിച്ച ബുദ്ധിമാനായ ഒരു മനുഷ്യനെയും ലോകത്തിൻ്റെ അദൃശ്യമായ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യാൻ പഠിപ്പിച്ച ഒരു സ്ത്രീയെയും തൻ്റെ യാത്രയിൽ ബ്രിഡ കണ്ടുമുട്ടുന്നു. വരം ലഭിച്ചവളായാണ് അവളെ അവർ കരുതിയത്. സ്വന്തം വിധി തേടിയുള്ള യാത്രയിൽ തൻ്റെ ബന്ധങ്ങളും സ്വയം മാറാനുള്ള ആഗ്രഹവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവൾക്കൊരുപാട് പൊരുതേണ്ടി വന്നു. സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും നിഗൂഢതയുടെയും കഥ പൗലോ കൊയ്ലോയുടെ തൂലികയിൽ നിന്നും. ഈയൊരു കഥ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് KPA സമദാണ്. ഞാനിപ്പോൾ പറയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കഥ എന്താണെന്ന്. പക്ഷേ ഈ കഥയുടെ ആശയം എന്താണ്? ഇതിൽ ഫസ്റ്റ് പറയുന്നു വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പെൺകുട്ടി എന്ന്. എന്ത് വിജ്ഞാനത്തിന് വേണ്ടിയാണ് അവൾ ദാഹിക്കുന്നത്? മന്ത്രവാദം എന്ന വിജ്ഞാനത്തിനു വേണ്ടി. എനിക്കൊരു ഈ കഥയിൽ സംശയം വന്നത്, ആദ്യം അവൾ പറയുന്നു അവൾക്ക് മാജിക് പഠിക്കണം. മാജിക് പഠിക്കാൻ വേണ്ടിയിട്ട് മാഗസ് എന്നൊരാളെടുത്ത് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ കഥ നീങ്ങി കഴിഞ്ഞപ്പോൾ അത് പിന്നെ മാജിക് പിന്നെ മന്ത്രവാദമായി. മാജിക്കും മന്ത്രവാദവും വേറെ തന്നെയല്ലേ? അങ്ങനെ മന്ത്രവാദം തന്നെയായി. അപ്പോൾ ഇവക്ക് പഠിക്കണം തന്നെ അത്. അങ്ങനെ മാഗസ് കാട്ടിലാണ് ഉണ്ടാവുക. അവർക്കെന്തോ ശാപം കിട്ടിയിട്ട് അവർ കാട്ടിൽ തന്നെ അലഞ്ഞു നടക്കുകയാണ്. പക്ഷെ മാഗസ് ഒരുപാട് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഗസ് പഠിപ്പിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അവരുടെ എന്തോ ഒരു കഴിവ്, ഒരു പ്രത്യേകത നോക്കിയിട്ട് മാത്രമേ മാഗസ് പഠിപ്പിക്കുകയുള്ളൂ. ബ്രിഡ മാഗസിന്റെ അടുത്തേക്ക് വന്നു കാട്ടിൽ. അപ്പോൾ അവൾ മാഗസ് ബ്രിഡയെ അതായത് മന്ത്രവാദത്തിനെ പഠിക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതാണ് ചന്ദ്രപാരമ്പര്യവും സൂര്യപാരമ്പര്യവും. അതൊക്കെ അവളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ ഈ ബ്രിഡയ്ക്ക് ഒരു കഴിവ് വേണം, എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. ബ്രിഡ ലൈബ്രറികളിൽ നിന്നും മന്ത്രവാദത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു. അപ്പോഴാണ് ഒരു പുസ്തകത്തിനെ കുറിച്ച് ഈ ഒരു ഇതിൽ പറയുന്നത്. ഷാഡോസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പോൾ അത് ഞാൻ എവിടെയോ ഏതോ ഒരു സിനിമയിൽ അത് കേട്ടിട്ടുണ്ട്, ആ ഒരു പേര്. അത് ഇതിൽ പറയുന്നത് ബ്രിഡ എന്ന പെൺകുട്ടിയാണ് ഈ ഒരു കഥ എഴുതിയത്. അവളുടെ അനുഭവമാണ് അത് കഥയാക്കി മാറ്റിയതെന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ ലൈബ്രറികളിൽ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു. അങ്ങനെ ഒരു സമയം ലൈബ്രറിൻ്റെ അടുത്ത് അവൾ പോയി കുറേ നേരം സംസാരിച്ചു. ലൈബ്രറിയൻ അവൾക്ക് വിക്ക എന്ന മന്ത്രവാദിനിയായ സ്ത്രീയുടെ നമ്പർ കൊടുത്തു. അവർ അങ്ങനെ കണ്ടുമുട്ടി. ബ്രിഡയും വിക്കയും കണ്ടുമുട്ടി. അവരൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ വിക്കും തോന്നി അവൾക്കൊരു പ്രത്യേകതയുണ്ടെന്ന്, അവൾക്കൊരു വരം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതായത് അവളുടെ ചെവിക്കുഞ്ഞി മീൻസ് ഈ ഒരു സംഭവം വളരെ ചെറുതും നീളം കൂടിയവയല്ല, നീളം കുറഞ്ഞതും വീതി കുറഞ്ഞതും അതുപോലെ തന്നെ ഒട്ടിയതുമാണ് അവളുടെ ചെവിക്കുഞ്ഞി. അതാണ് അവളുടെ അടയാളം. അങ്ങനെ വിക്കയും ഒരുപാട് കാര്യങ്ങൾ ബ്രിഡയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ചന്ദ്രപാരമ്പര്യത്തിൻ്റെ ശക്തി കൂടണമെങ്കിൽ ചന്ദ്രൻ വരുന്ന സമയമില്ലേ, രാത്രി ആകുമ്പോഴേക്കും ചന്ദ്രൻ വരും. അപ്പോൾ പതിയെ അതിൻ്റെ ദിശ മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു കോപ്പയിൽ വെള്ളം നിറച്ച് വെച്ച് ജനലരികിൽ അത് വെക്കണം. അപ്പോൾ ആ ചന്ദ്രൻ്റെ പ്രതിബിംബം ഈ വെള്ളത്തിലേക്ക് മാറും. അപ്പോൾ അത് കടാര എന്ന് വെച്ചാൽ കത്തി കൊണ്ട് മുറിക്കുന്നതായി സങ്കല്പിച്ച്
അതിനെ നമ്മൾ വെള്ളം കുടിക്കണം. ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ചന്ദ്രപാരമ്പര്യത്തിന്റെ ശക്തി വർദ്ധിക്കുകയും അതുപോലെ തന്നെ പൂർവികർ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാനും സാധിക്കും. പൂർവികർ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കേൾക്കാൻ നമുക്ക് ശക്തിയില്ല. അങ്ങനെ ശക്തി വേണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ പൗലോ കൊയ്ലോ ഈ കഥയിൽ വിവരിച്ചിരിക്കുന്നത്, അതായത് വിക്ക പറയുന്നത്. ഇത് സാങ്കല്പികമാണോ സത്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഇത് സാങ്കല്പികമായിരിക്കാം, പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് അത് സത്യമാണ് എന്നൊരു തോന്നൽ പൗലോ കൊയ്ലോയുടെ എഴുത്തിലൂടെ നമ്മൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അവള് ബ്രിഡ കുറെ പാഠങ്ങളൊക്കെ പഠിച്ചു. അവൾ ശരിക്കും ഒരു മന്ത്രവാദിനി തന്നെയായി. ബ്രിഡയ്ക്ക് 24 വയസ്സാണ്. അങ്ങനെ ഒരു ഒഴിവ് സമയം അവൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അവൾ പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ അവളുടെ അച്ഛൻ അവളെ നേരെ കടലിലേക്ക് കൊണ്ടുപോയി കടലിലെ ഓരോ കാഴ്ചകളും അവൾക്ക് വിവരിച്ചു കൊടുക്കുമായിരുന്നു. അവളുടെ അമ്മയും ഓരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഓരോ ചിന്തകൾ അവളുടെ മനസ്സിൽ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളൊരു എല്ലാ മന്ത്രവാദിനികളും പാർട്ടിയൊക്കെ വെച്ചു. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മാഗസ്, അതായത് അവളുടെ ഗുരുവിനെയും അവളുടെ കാമുകനായ ലോറൻസിനെയും ഒരുപോലെ ബ്രിഡ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവർ തിരിച്ചു. പാർട്ടി വന്നു, ലോറൻസും ഒപ്പം ഉണ്ടായിരുന്നു. അതായത് വിക്കയായിരുന്നു ഗുരു, പക്ഷെ അവിടെ മാഗസ് ഉണ്ടായിരുന്നു. പിന്നെ വിക്കയുടെ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം നിരത്തി നിർത്തി കത്തി കൊണ്ട് അവരുടെ നെറ്റിയിൽ ചന്ദ്രപാരമ്പര്യത്തിന്റെ ചിഹ്നം വരച്ചു കൊടുത്തു. പെട്ടെന്ന് ബ്രിഡ മരുഭൂമിയിലേക്കെത്തി. അത് തോന്നലായിരിക്കാം, മരുഭൂമിയിലേക്കെത്തി, അല്ലെങ്കിൽ അവരുടെ ശക്തിയായിരിക്കാം. അപ്പോൾ അവിടെ ബ്രിഡയും ഒരു ഗുരുവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗുരു നമ്മുടെ ബ്രിഡയോട് സംസാരിച്ചു. ഗുരു ഇങ്ങനെയാണ് പറഞ്ഞത്: നിന്റെ ഗുരുവായ വിക്കയുടെ ഗുരുവാണ് ഞാൻ. ഇതൊരു പ്രകൃതി നിയമമാണ്. അതായത് നീ ഒരു ഗുരുവായി കഴിഞ്ഞാൽ നീ മരുഭൂമിയിലാണ് എത്തുക. അതൊരു പ്രകൃതി നിയമമാണ്. വീണ്ടും പാർട്ടിയിലേക്ക് തന്നെ അവൾ തിരിച്ചെത്തി. പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ മാഗസിന് ഒരു കാര്യം വ്യക്തമായി: ലോറൻസിനെ ബ്രിഡ സ്നേഹിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മന്ത്രവാദിനിയായ വിക്കയും മാഗസും പണ്ടുകാലത്ത് പ്രണയിച്ചിരുന്നു. ഈ മാഗസിന് മനസ്സിലായി തൻ്റെ സ്നേഹിത ബ്രിഡയല്ല, വിക്കയാണെന്ന്. ബ്രിഡയുടെ സ്നേഹിതൻ ലോറൻസ് ആണെന്നും മനസ്സിലായി. ഇതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുകയാണ്. മന്ത്രവാദത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ഒരു കഥ. അതുപോലെ തന്നെ വാക്കുകളുടെ പ്രാധാന്യം മീൻസ് നമ്മൾ ഒരു പ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് മന്ത്രവാദത്തിൽ ശരിക്കും സത്യമായി തന്നെ സംഭവിക്കും എന്നാണ് ഈ ഒരു മന്ത്രവാദത്തിൽ പറയുന്നത്. അങ്ങനെ ഈ ഒരു കഥയിൽ ആശയങ്ങളുണ്ട്, വളരെ കുറച്ചു മാത്രം. എന്നാലും വർണ്ണനകളാണ് കൂടുതലും ഈ കഥയിൽ. നന്ദി.